afternoon all. Afternoon. Yes, good afternoon. Okay. Okay. പുതിയ നമ്മുടെ സ്ക്രീൻ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്ന നമ്മളുടെ പുതിയ ടെക്നിക്ക് ആണ്. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പുതിയ രീതിയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? റിവാൻസ് ആണ് നമ്മൾ എടുത്ത പോർഷൻ അല്ലെ, പുതിയൊരു ചാപ്റ്റർ നമ്മൾ എടുത്തു. അതിന്റെ സേഫ്റ്റി കാര്യങ്ങളാണ്, അതായത് സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഡിസ്കസ് ചെയ്തത്. നീഡ് ഫോർ എംപ്ലോയി സേഫ്റ്റി അല്ലെ, അത് പോയിന്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ, ശരിയല്ലേ? നമുക്ക് താഴേക്ക് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഫോർ എംപ്ലോയി സേഫ്റ്റി നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എംപ്ലോയി സേഫ്റ്റി കാര്യങ്ങൾ, അതായത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിയമപരമായിട്ട് പരിരക്ഷ ഗവൺമെന്റ് ഒക്കെ നമുക്ക് ആക്ടിലൂടെ ഉറപ്പു നൽകുന്നുണ്ട്. അതായത് എംപ്ലോയീസിനും എംപ്ലോയേഴ്സിനും എല്ലാം അല്ലെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട്. നിയമാനുസൃതമായിട്ടുള്ള ബെനഫിഷ്യൽ കാര്യങ്ങൾ അത് മസ്റ്റായിട്ടും അവൈലബിൾ ആക്കേണ്ടതാണ്. ഇൻ കേസ് അത് അവൈലബിൾ ആക്കിയില്ലെങ്കിൽ എന്താ പ്രശ്നം? എന്തെങ്കിലും പെനാൽറ്റീസ് ഒക്കെ വരാനായിട്ടും അല്ലെ, അല്ലെങ്കിൽ എന്ത് നടപടിയാണെങ്കിലും അതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് തൊഴിലുടമയാണെങ്കിലും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അത് കൈകാര്യം ചെയ്തു പോകുന്ന പാർട്ട്നേഴ്സ് ഒക്കെ ആണെങ്കിലും അത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസിൽ ഇവിടെ എംപ്ലോയീസിനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാം അവിടെ കുറെ ആക്ടുകൾ പറയുന്നുണ്ട് അല്ലെ. 1948, അതേപോലെ തന്നെ സെക്ഷൻ 22 ഈ ആക്ടിന്റെ കീഴിൽ വരുന്ന സെക്ഷൻസുകളാണ്. അതായത് ഫാക്ടറീസ് ആക്ടിന്റെ കീഴിൽ 1948 സെക്ഷനില് ഒരു സെക്ഷൻ 21 തുടങ്ങി കുറച്ച് അല്ലെ ഒരു ഭൂരിഭാഗം ഭാഗങ്ങളെല്ലാം തന്നെ എംപ്ലോയീസിന്റെ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറെ നിയമങ്ങളാണ്. സോ നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എപ്പോഴും അത് ഏത് സെക്ഷൻ വഴിയാണ് അല്ലെ, ആക്ടിലെ ആ ഒരു 1948 ഫാക്ടറീസ് ആക്ടിലെ ഏത് സെക്ഷനാണ് ഇതിന് അല്ലെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. എംപ്ലോയീസിന്റെ ഇന്ന കാര്യങ്ങൾ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്തും അല്ലെ. അപ്പൊ ഏത് നമ്മള് ആക്ട് പഠിക്കുമ്പോഴും ആ സെക്ഷൻസ് പഠിക്കുമ്പോഴും കൃത്യമായിട്ട് ആ ഹെഡിങ് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം.
കാരണം അത് വെച്ചിട്ടായിരിക്കും നമുക്ക് ആൻസർ കൈകാര്യം ചെയ്ത് പോകേണ്ടതായിട്ട് വരുന്നത്. സോ ഒരുപാട് സെക്ഷൻസുകൾ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. 21 വരെ അല്ലെ 21 പോയിന്റ്സുകൾ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ വ്യത്യസ്ത സെക്ഷനുകളൊക്കെ ഉണ്ട്. സോ സെക്ഷനുകളൊക്കെ മാറി പോവാതിരിക്കാനായിട്ടൊന്ന് ശ്രമിക്കാം. ഓക്കെ, ബൈ ഹാർട്ട് ഒന്നും പഠിച്ചു പോകേണ്ട നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പക്ഷെ ഈ സെക്ഷനുകൾ ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുക. ഒരു ഓർഡർ അനുസരിച്ചിട്ട് മുന്നോട്ട് പോയ വലിയ പ്രശ്നമില്ലാതെ തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പറഞ്ഞാലോ? ഓക്കെ, statutory provisions for employee safety. Following the safety provisions under the Factories Act 1948. നമുക്ക് കുറച്ച് ഭാഗങ്ങൾ എടുത്ത് തീർക്കാനുള്ളൂ. സോ ഇത് നമ്മളോടൊപ്പം തന്നെ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ നമ്മൾ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് കുറച്ച് സെക്ഷൻസും പിന്നെ കുറച്ചൊരു പോർഷൻസും ഉള്ളു. ഈ സെക്ഷൻ ഇനി പിന്നീട് ഒരു അവസരത്തിലേക്ക് പഠിക്കാനായിട്ട് വെക്കേണ്ട. അപ്പൊ പിന്നെ ബൈഹാർട്ടായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കും. ദെൻ അത് മറന്നു പോകാനായിട്ടുള്ള ചാൻസുകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ഓർഡർ നമുക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ പറയുന്നത് ഫെൻസിങ് ഓഫ് മെഷീനറി, സെക്ഷൻ 21. അതാണ് സെക്ഷൻ 21 പറയുന്നത് ഫെൻസിങ് ഓഫ് മെഷീനറി. ഓക്കെ, അപകടം പിടിച്ച മെഷീനറി അല്ലെ, അതൊക്കെ പ്രവർത്തിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയീസിന് പ്രൊട്ടക്ഷൻ അവിടെ ആവശ്യമാണ് അല്ലെ. ആ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു അല്ലെ ചുറ്റുവേലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ എന്തെങ്കിലും മൂർച്ചയുള്ള മെഷീനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എംപ്ലോയീസിൽ നിന്ന് വേദിക്കുന്ന ഒരു ഫെൻസിങ് അവിടെ ഉണ്ടായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട ഒരു നിയമം അത് സെക്ഷൻ 21 വരുന്നത്. ഓർത്ത് വെക്കുക, ഫാക്ടറീസ് ആക്ട് 1948 വരുന്ന നിയമങ്ങളാണ്. സെക്ഷൻ 21 എന്താണ് അനുശാസിക്കുന്നത്? ഫെൻസിങ് ഓഫ് എ മെഷീനറി. For each movable part of a prime mover and each five-wheel linked to prime mover, for the head race and tail race for each water wheel, and in case of required, each part of a electric generator, rotator, converter or motor, each part of a transmission machinery and any other dangerous machines or its parts, there should be fence securing it. ഓക്കെ, ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള എല്ലാത്തിന്റെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ ചിലപ്പോൾ ടൈലായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഉൾഭാഗമായിരിക്കാം, അതല്ലെങ്കിൽ വീല് അല്ലെ, വീല് ഘടിപ്പിച്ചിരിക്കുന്ന വാഹനങ്ങളൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ആ മോട്ടറുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എക്യുപ്മെന്റ് ആണോ ആ പർട്ടിക്കുലർ എക്യുപ്മെന്റിന്റെ അതിന്റെ ചലനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എംപ്ലോയീസിന് എന്തെങ്കിലും ഹാനികരമാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചാൻസ് നമുക്ക് അവിടെ പ്രിക്കോഷൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് അവിടെ ഒരു വേലി അല്ലെ, ഒരു മൂടിക, അതായത് ആ മെഷീന് അവിടെ ഒരു മൂടിക, അതായത് എന്തെങ്കിലും ഒരു ഉൾവേലിയോ എന്തെങ്കിലും വെച്ച് അതിനെ കവർ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുക എന്നുള്ളത്. ഓക്കെ, ഇത് പ്രധാനമായിട്ടും ആരെ സെക്യൂർ ചെയ്യാനാണ്? എംപ്ലോയീസിനെ സെക്യൂർ ചെയ്യാനാണ്. The state government has the power to set up regulations for this. Okay, തീർച്ചയായിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരത്തിൽ പെടുന്ന ഒരു റെഗുലേഷൻ ആണ്, അതായത് നിയമമാണ്. ആ നിയമ നടപടികൾക്ക് അനുസൃതമായിട്ട് എന്തെങ്കിലും കീപ്പ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അതുവഴി എംപ്ലോയീസിന് എന്തെങ്കിലും സുരക്ഷയിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട ലീഗലായിട്ടുള്ള ഇഷ്യൂസിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആരോഗ്യത്തോടൊപ്പം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. Okay, fencing of a machinery. Just a heading of the section 21. Clear? First heading നമ്മൾ പഠിച്ചു, മറക്കരുത്. ഫെൻസിങ് ഓഫ് എ മെഷീനറി, അതായത് മെഷീനറിക്ക് ഒരു വേലി അല്ലെങ്കിൽ മൂടിക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. വലിയ വലിയ മെഷീനറി, എല്ലാ യന്ത്ര സാമഗ്രികളൊക്കെ കറക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ പരിസരത്തിലൂടെ തന്നെയായിരിക്കണം ഡ്യൂട്ടിയിലേക്ക് എംപ്ലോയീസിനെ കൈകാര്യം ചെയ്ത് പോകേണ്ടത്. അതിന്റെ ചിലപ്പോ റോ മെറ്റീരിയൽസ് ഒക്കെ നിക്ഷേപിക്കേണ്ടതുണ്ടാവും അല്ലെ, അതായത് ആ വസ്തു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ റോ മെറ്റീരിയൽസ് ഒക്കെ അതിൽ എപ്പോഴും ഇൻവോൾവ് ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ ഉണ്ടാവും. അപ്പൊ ആ യന്ത്രം ചലിക്കുന്നതോടൊപ്പം തന്നെ എംപ്ലോയീസിന് യാതൊരു തരത്തിലുള്ള സുരക്ഷയ്ക്ക് അല്ലെ അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഉണ്ടാകരുത്. ഓക്കെ, അതുകൊണ്ടാണ് ഈച്ച് പാർട്ട് ഓഫ് ഇലക്ട്രിക് ജനറേറ്റർ, റൊട്ടേറ്റർ അല്ലെ, റൊട്ടേറ്റർ, കൺവേർട്ടർ ഓർ മോട്ടർ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇതൊക്കെ പ്രവർത്തിക്കേണ്ട മെഷീൻസ് ആണ്. മോസ്റ്റ്ലി കറണ്ട് പോകുമ്പോൾ ജനറേറ്റേഴ്സ് ഒക്കെ പ്രവർത്തിക്കണം എന്നോട് ചേർന്ന്, അല്ലെങ്കിൽ റൊട്ടേറ്റർ കാര്യങ്ങളൊക്കെ അല്ലെ, അത് മൂവബിൾ ആയിട്ട് റൗണ്ട് ചെയ്ത് പോകുന്ന മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിനെല്ലാം തന്നെ ഒരു കവറിങ് ആവശ്യമാണ്.
ഓക്കെ, ഏത് ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീൻസും പറയുന്നുണ്ട് അല്ലെ, എനി അതർ ഡേഞ്ചറസ് മെഷീൻസ്. അപ്പൊ ഓൾറെഡി നമുക്കറിയാം എല്ലാ മെഷീൻസിനും എന്തെങ്കിലും ഡേഞ്ചറസ് വരാൻ സാധ്യതയുള്ള എല്ലാ മെഷീൻസിനും അതിൻ്റെതായിട്ടുള്ള കവറേജ് ആവശ്യമാണ്. There should be fences securing it. സുരക്ഷിതമായിട്ട് തന്നെ അത് മൂടുക അല്ലെ, പൊതിഞ്ഞ് കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. The state government has the power to set up a regulation for this. Okay, first section 21. അഥവാ ആരെങ്കിലും ഒന്ന് മെസ്സേജ് വെച്ച് ഫെൻസിങ് ഓഫ് മെഷീനറി. എന്താണ് സെക്ഷൻ 21 പറയുന്നത്? പഠിച്ചു പോവാ. ഫെൻസിങ് ഓഫ് മെഷീനറി. ഓക്കെ അല്ലേ? അതുപോലെയല്ലോ ഏതൊരു ഓർത്ത് വെച്ചാൽ മതി, ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീൻസിന്റെ എല്ലാ പാർട്സുകളും അല്ലെ മസ്റ്റ് ആയിട്ട് ഫെൻസ് ചെയ്ത് കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? സെക്യൂർ ആ എംപ്ലോയീസിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, വർക്ക് ഓൺ നിയർ മെഷീനറി ഇൻ മോഷൻ. ഓക്കെ, വർക്ക് ഓൺ ഓർ നിയർ മെഷീനറി ഇൻ മോഷൻ. സെക്ഷൻ 22. എന്താണ് സെക്ഷൻ 22 പറയുന്നത്? In case if it is essential to inspect any part of a moving machinery, the inspection can be done only by an expert worker wearing a tight-fitting coat. Okay, നമ്മളിപ്പോ എപ്പോഴും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ മെഷീനറി ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ വേണമെങ്കിൽ അത് അതിന്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടാണോ, അപ്പോൾ അത് വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ടോ അല്ലെ, കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടതുണ്ട്. സോ അത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടൊക്കെ നിരീക്ഷിച്ച് പോകേണ്ടത് ആവശ്യമുണ്ട് എങ്കിലൊക്കെ തീർച്ചയായിട്ടും ആ ഇൻസ്പെക്ഷന് വരുന്ന എംപ്ലോയി അദ്ദേഹത്തിന്റെ ഹെൽത്ത് പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ പറയാണ് ബൈ ആൻ എക്സ്പേർട്ട് വർക്കർ വെയർ ടൈറ്റ് ഫിറ്റിംഗ് കോഴ്സ്. രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് അത്തരം ഇൻസ്പെക്ഷൻ നിർവഹിക്കേണ്ടത് ആരാണെന്ന് പറയുന്നു? ഇൻസ്പെക്ഷൻ ക്യാൻ ബി ഡൺ ബൈ ഓൺലി ബൈ ആൻ എക്സ്പേർട്ട് വർക്കർ. അദ്ദേഹം ധരിക്കേണ്ടത് ഏത് തരത്തിലുള്ള ക്ലോത്ത്സ് ആണെന്ന് പറയുന്നുണ്ട്? ഏത് തരത്തിലുള്ള ക്ലോത്ത്സ് ആണ്? ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത്സ് ആണ് ധരിക്കേണ്ടത്. ഇൻസ്പെക്ഷൻ നിർവഹിക്കേണ്ടത് ആരാണെന്ന് പറയുന്നു? എക്സ്പേർട്ട് വർക്കർ ആയിരിക്കണം അല്ലെ, നല്ല പരിചയ സമ്പന്നരായിട്ടുള്ള എംപ്ലോയി ആണ് ഇൻസ്പെക്ഷൻ നിർവഹിക്കേണ്ടത്. ഒപ്പം തന്നെ ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത്സും അദ്ദേഹം ധരിക്കേണ്ടത് മസ്റ്റ് ആണ്. ഓക്കെ, he is not permitted to touch the belt of a moving pulley if it is more than 6 inches wide and the belt joint is either laced or flush with the belt. ഓക്കെ, അവിടെ എടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അല്ലെ, അവിടെ ആ ഒരു മെഷീൻ നന്നായിട്ട് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തേണ്ട വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ബെൽറ്റും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് കൈകാര്യം ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ശ്രദ്ധയോട് കൂടിയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ അല്ലെ. അവിടെ ഒരു 6 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് മാത്രമാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അതായത് അത്ര അടുത്ത് നിന്നുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ പാടില്ല. എത്രമാത്രം ഗ്യാപ്പ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 6 ഇഞ്ചസ് അല്ലെ, 6 ഇഞ്ചസ് വൈഡ് അവിടെ ആവശ്യമാണ്. വീണ്ടും നമുക്കറിയാം നേരത്തെ പറഞ്ഞ എക്സ്പേർട്സ് ഒക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ചിൽഡ്രൻ ആൻഡ് വുമൺ ആർ നോട്ട് പെർമിറ്റഡ് ടു lubricate, clean or adjust any part of moving transmission machinery or a prime mover. ഓക്കെ, അവർക്ക് അതായത് ചിൽഡ്രനോ സ്ത്രീകൾക്കോ എന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻസിന്റെ കാര്യങ്ങളൊന്നും നിർവഹിക്കാനായിട്ടുള്ള അനുവാദമില്ല മെഷീനുമായി ബന്ധപ്പെട്ട് അല്ലെ. കാരണം അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എക്സ്പേർട്സ് തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. എടുത്തു പറയുകയാണ് ചിൽഡ്രൻസിനും വുമൻസിനും ഒന്നും ഇതിനുള്ള പെർമിഷൻ ഇല്ല. ഓക്കെ, അപ്പോ സെക്കൻഡ് പോയിന്റ് വർക്ക് ഓൺ ഓർ നിയർ മെഷീനറി ഇൻ മോഷൻ. കറങ്ങിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന മെഷീനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതില് കൃത്യമായിട്ട് പറയുന്നു ഇൻസ്പെക്ട് ചെയ്യേണ്ടത് എക്സ്പേർട്സ് ആയിരിക്കണം. ദെൻ ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ധരിച്ചിട്ടായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. കാരണം എന്തെങ്കിലുമൊക്കെ കറങ്ങി അല്ലെ എന്തെങ്കിലുമൊക്കെ
എവിടെയെങ്കിലും കുടുങ്ങി പോകാനൊക്കെ ഉള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് 6 ഇഞ്ച് ഗ്യാപ്പ് വെച്ചുകൊണ്ട് വേണം കൈകാര്യം ചെയ്യാൻ. വുമൺസും ചിൽഡ്രൻസും ഒന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നും അനുശാസിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? നമ്മളെ 2 പഠിച്ചു. സെക്ഷൻ 21 എന്താണ്? 21 സെക്ഷൻ 21 അപ്പൊ അത് മറക്കാതെ തന്നെ 21 എന്താന്ന് പറഞ്ഞോളൂ. ഫെൻസിങ്. സെക്കൻഡ് വൺ എന്താണ്? മോഷനോട് കൂടി അല്ലെ, മോഷൻ എന്ന് വെച്ചാൽ മെഷീനറിയുടെ ചലനത്തോടു കൂടി മെഷീനറിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുക. അത് ചലിച്ചുകൊണ്ടിരിക്കും. ഓർത്ത് വെച്ചാൽ മതി. അതിൽ ഉള്ളിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോ സെക്ഷൻ 22 ആയി ബേസ് ചെയ്തിട്ടൊക്കെ ചോദിക്കുന്നത്. അത്ര ഗ്യാപ്പ് വേണമെന്നോ, അല്ലെങ്കിൽ വുമൺസും ചിൽഡ്രനൊക്കെ പ്രൊഹിബിറ്റഡ് ആണോ, അല്ലെങ്കിൽ അവിടേക്ക് അതിനുള്ള ചാൻസ് ഇല്ലാന്നുള്ള രീതിയിലായിരിക്കും. സോ അത്തരം കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. സെക്ഷൻ 22 ആണ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റിലേക്ക് പോവാലോ. പതിയെ പതിയെ എടുത്തു പോകുന്നത് സെക്ഷൻസ് കുറെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പഠിച്ചു പോവാനായിട്ട് ഒന്നിച്ചു വരുമ്പോ ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്കൊന്ന് കുറേശ്ശെ അല്ലെ ഓരോ സെക്ഷൻസും പഠിച്ചു തന്നെ പോകാൻ ശ്രമിക്കാം. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ഓഫ് യങ് പേഴ്സൺസ് ഓൺ ഡേഞ്ചറസ് മെഷീനറി. ഇതൊക്കെ വലിയ അല്ലെ, പേരിൽ കുറച്ച് കാര്യങ്ങൾ, നീണ്ട കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞു മെഷീൻ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കാനാണ് അല്ലെ, ഒരു പ്രിക്കോഷൻ നടപടിയാണ് പറയുന്നത്. ഇതിലാണെങ്കിലും എന്താ പറയുന്നത്, സെക്ഷൻ 23-ലാണെങ്കിലും അല്ലെ, യങ് പേഴ്സൺസ് പുതിയ ന്യൂ എംപ്ലോയീസ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീനറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആവുമ്പോൾ അല്ലെ, അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് അവൈലബിൾ ആക്കണം. സോ ഓർത്തിരിക്കുക, എംപ്ലോയ്മെന്റ് ഓഫ് യങ് പേഴ്സൺസ് ഓൺ ഡേഞ്ചറസ് മെഷീൻസ്. ആ ഡേഞ്ചറസ് മെഷീൻസ് കൈകാര്യം ചെയ്യുമ്പോൾ സെക്ഷൻ 23-ൽ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. എന്താ പറയുന്നത്? A young person is not permitted to work on a machine that is dangerous until he is properly guided regarding the dangers of the machines and the preventive measure that need to be taken. അല്ലെ, യങ്ങേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും അല്ലെ എന്നുള്ള ഒരു മനോഭാവമാണ് അല്ലെ. ശരിയല്ലേ? ആണോ? യങ്ങേഴ്സ് അങ്ങനെയല്ലേ? എവിടെയെങ്കിലൊക്കെ നിയമത്തിനാവുമ്പോൾ ആരെങ്കിലൊക്കെ ഗൈഡൻസും അറിയാൻ വന്നാലും ചിലപ്പോൾ ചെവിക്കൊട്ടൊന്നും വരില്ല. അവരങ്ങനെ ചെയ്യാനുള്ള മനോഭാവം വേണം. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രോപ്പർലി ഗൈഡഡ് റിഗാർഡിങ് അല്ലെ, അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അവിടെ പകർന്നു കൊടുക്കണം യങ്ങേഴ്സ് ആണെങ്കിൽ കൂടി അല്ലെ. അതുപോലെ തന്നെ പറയുകയാണ് പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുത്തതിന് ശേഷം അല്ലെ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ മെഷീൻസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ പ്രിവെന്റീവ് മെഷേഴ്സ്, മുൻകരുതലുകൾ എന്തെങ്കിലും എടുക്കേണ്ടതുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അത് എടുത്തിരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ധരിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കും അല്ലെ. എവിടെയാണെങ്കിലും നമുക്കറിയാം വെയിറ്റ് കൂടിയ ഭാരമുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ സ്പൈനൽ കോഡിന് ഇഞ്ചുറീസ് ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കും. സോ ഇവിടെ കൃത്യമായിട്ട് എന്താണോ മസ്റ്റായിട്ട് പ്രിവെന്റീവ് ആയിട്ട് എടുക്കേണ്ടത്, ആ പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷർമെന്റ്സ് ഒക്കെ അവരെ എടുത്തിരിക്കേണ്ടതും മസ്റ്റാണ്. 2 കാര്യങ്ങളാണ് പറയേണ്ടത്. യങ് പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രോപ്പർലി ഗൈഡൻസ് അവിടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ എന്താണ് പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സും അവിടെ എടുത്തിരിക്കണം. Further, he should be adequately trained to work on the machines or should be placed under the supervision of an experienced adult before independently handling the machine. നമുക്ക് ഗൈഡൻസ് കിട്ടിയാൽ മാത്രം പോരാ അല്ലെ, മസ്റ്റ് ആയിട്ട് അതിനനുസരിച്ച് ട്രെയിനിങ് മാത്രം കൊടുക്കണം അല്ലെ. അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെ, സൂപ്പർവൈസറിന്റെ മേൽനോട്ടത്തിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ അവർക്ക് ലഭ്യമാക്കിയതിനു ശേഷമാണ് സ്വതന്ത്രമായിട്ട് അവർക്ക് ചെയ്യാനായിട്ടുള്ള അർഹതയുള്ളൂ. ഓക്കെ, അപ്പൊ യങ് പേഴ്സൺസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഏത് സെക്ഷൻ പറയുന്നത്? സെക്ഷൻ 23. The state government has the power to differentiate such machines on which youngsters are not permitted to work. തീർച്ചയായിട്ടും നമുക്കറിയാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവിടെ ഗവൺമെന്റിന്റെ അണ്ടറിൽ അവരുടെ കീഴിൽ ആ ശക്തിയിലുണ്ട്. ഈ പറഞ്ഞ മാതിരി യങ്ങേഴ്സ് ആണ് എന്ന് വെച്ച്
അവർക്ക് എല്ലാത്തിനുള്ള പെർമിഷൻ ഇല്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി, സെക്ഷൻ 23 യങ്ങേഴ്സിന് പെർമിഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഓർത്തോളൂ അല്ലെ, എന്താണ് പെർമിഷൻ ഇല്ലാത്തത്? അവർക്ക് മസ്റ്റ് ആയിട്ടുള്ള ഗൈഡൻസോ അല്ലെങ്കിൽ ട്രെയിനിങ്ങോ കിട്ടാതെ, അതല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് എടുക്കാതെ അവിടെ ഡീലേക്ക് പോകാൻ പാടില്ല. റിസ്ക് പിടിച്ച അല്ലെ ഡേഞ്ചറസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഫെൻസിങ് നമ്മൾ പറഞ്ഞു. സെക്ഷൻ ഫെൻസിങ് എന്താണ്? സെക്ഷൻ പെട്ടെന്നായിക്കോട്ടെ. സെക്ഷൻ 21. 23 എന്താ പറഞ്ഞത്? സെക്ഷൻ 23 ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? യങ്ങേഴ്സ് അല്ലെ, യങ്ങേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ അല്ലെ. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ആ രീതിയിലൊക്കെ നോക്കി വെച്ചാൽ എല്ലാ 3 സെക്ഷൻസ് നമ്മൾ കവർ ചെയ്തു. 4th സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ എന്താ പറയുന്നത്? സ്ട്രൈക്കിംഗ് ഗിയർ ആൻഡ് ഡിവൈസസ് ഫോർ കട്ടിംഗ് ഓഫ് പവർ. സെക്ഷൻ 24 ആണ് അത് പറയുന്നത് അല്ലെ. പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ എന്തെങ്കിലും ഭയങ്കര അല്ലെ, ഭയങ്കര സ്പീഡിൽ നമുക്കറിയാം ഇലക്ട്രോണിക്കിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെയാണ് സ്പീഡിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അല്ലെ. നമ്മള് പഴയ കാലഘട്ടത്തില് നമ്മൾ എന്തെങ്കിലുമൊക്കെ അല്ലെ കാര്യങ്ങളൊക്കെ ഗ്രൈൻഡറോ മിക്സിയോ ഒന്നും ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പൊ ഗ്രൈൻഡറോ മിക്സിയൊക്കെ പറഞ്ഞാൽ സ്പീഡിൽ ഹാൻഡിൽ ചെയ്യും അല്ലെ. എന്ന് പറഞ്ഞ മാതിരി തന്നെ മെഷീനൊക്കെ ഭയങ്കര സ്പീഡിൽ തന്നെ അതിന്റെ പവറോട് കൂടിയിട്ടാണ് ഹാൻഡിൽ ചെയ്തിട്ട് പ്രൊഡക്ഷനൊക്കെ നമുക്ക് ലഭ്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് ഒരു പവർ ഒക്കെ ഓഫ് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ പെട്ടെന്ന് നമ്മൾ ഈ പറഞ്ഞ ടൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ട് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. ബെൽറ്റ് ഇൻ കേസ് മൊമെന്റിൽ തന്നെ ആയിരിക്കണം ചിലപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബെൽറ്റ് ഇങ്ങനെ പെട്ടെന്ന് മാറ്റിയിടാനോ ക്ലിയർ ചെയ്യാനോ ഒരു സെക്കൻഡ് ചിലപ്പോൾ അധികം എടുത്താൽ ചിലപ്പോൾ വേണമെങ്കിൽ ആ എംപ്ലോയിയുടെ എന്തെങ്കിലും ഭാഗങ്ങൾ അല്ലെ ശരീരത്തിന്റെ ഏതെങ്കിലും ഡിസബിലിറ്റി വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്ക് പെട്ടെന്ന് തന്നെ മെഷീനെ കട്ട് ഓഫ് ചെയ്യും അല്ലെ, അത് പ്രവർത്തനരഹിതമാണ്. സോ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് സെക്ഷൻ 24 പറയുന്നത്. Okay, striking gear and devices for cutting off power. In machines where driving belts are used, appropriate striking gear or any other efficient mechanical tool needs to be available and always in use while moving these belts. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് അവിടെ പറയാണ് അല്ലെ, അവിടെ മെഷീൻസ് എല്ലാം ബെൽറ്റ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് അത് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്രോപ്രിയേറ്റ് ഗിയറും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് അത് കൃത്യമായിട്ട് തന്നെ മൂവ് ചെയ്തുകൊണ്ട് പോകുന്നത്. The workers need to take a successful measure to make sure that the belt is dragging back into the fast pulley. പെട്ടെന്ന് നമുക്കത് മാറ്റി നേരത്തെ പറഞ്ഞ മാതിരി പെട്ടെന്ന് അല്ലെ എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് വരുത്തേണ്ടതൊക്കെ ആയിട്ടുള്ള ആവശ്യങ്ങൾ വരണം. While the driving belts are idle, they should not be permitted to be resting on moving shaft. Okay, തീർച്ചയായിട്ടും ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് യാതൊരു തരത്തിലും ആ ബെൽറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊന്നും നമുക്ക് സാധിക്കാതെ വരുന്നു. There should be appropriate device available that can effectively cut off power when need arises. സോ എവിടെയാണോ ആവശ്യം വരുന്നത് ആ ആവശ്യം വന്നേക്കുന്ന ടൈമിൽ തന്നെ അവിടെ വെച്ച് തന്നെ നമുക്ക് കട്ട് ഓഫ് ചെയ്യാനായിട്ട് പവർ ഓഫ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. If a factory has a machine that can accidentally shift to on from off, proper arrangements should be made to lock that machine in a safe place to prevent it from starting or stopping by mistake. ഓക്കെ, നമ്മളിപ്പോ അത് ഓഫ് ചെയ്യണമെങ്കിൽ ഇപ്പത്തെ കൂടെ ചലിച്ച് അപ്പത്തെ കൂടെ പോയി അത് വരുമ്പോഴേക്കും എന്തെങ്കിലും കയ്യ കാലത്തല്ലേ എന്തെങ്കിലും മറ്റു പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യത പെട്ടെന്ന് തന്നെ വരും അല്ലെ. നമ്മള് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ, മെഷീൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ എംപ്ലോയിക്ക് എപ്പോഴും എത്രയും പെട്ടെന്ന് പവർ ഓഫ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ആ ഒരു ഏരിയയിൽ തന്നെ അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് അതിനനുസരിച്ചുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ അവിടെ സംവിധാനങ്ങളൊക്കെ ഒരുക്കേണ്ടത് മസ്റ്റാണ്. ഓക്കെ, അത് ആ ഏത് സെക്ഷനാണ് വിശ്വസിക്കുന്നത്? സെക്ഷൻ സെക്ഷനാണ് സെക്ഷൻ 24. ഓക്കെ, നമ്മൾ 2 രീതിയിൽ ഇത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. നിങ്ങളുടെ റിയാക്ഷൻ ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ ആ മീറ്റിലേക്ക് കയറി വരേണ്ട വരും. അതതിൽ അല്ലെ നമ്മൾ മാർക്കൊക്കെ ചെയ്തൊക്കെ പോകണമെങ്കിൽ ഈ മീറ്റിംഗ് വേണ്ടി വരും. കുഴപ്പമില്ലാതെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പോകാൻ പറ്റുന്നില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ.
യെസ്, അപ്പൊ നമ്മൾ ഇപ്പോ ഏത് സെക്ഷനാണ് പഠിച്ചത്? സെക്ഷൻ 24. സെക്ഷൻ 24 ഓർക്കുമ്പോ അല്ലെ, ആ ഒരു സെക്ഷൻ വരുമ്പോ തന്നെ ഓർക്കണം, കട്ടിംഗ് ഓഫ് പവർ അല്ലെ. കട്ടിംഗ് ഓഫ് പവർ, പവർ എത്ര പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും അതിനുള്ള സംവിധാനം അവിടെ ഒരുക്കണം. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് സെക്ഷൻ 24 പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ ഫെൻസിങ്. സെക്കൻഡ് സെക്ഷനിൽ പറയുന്നു എന്താണ്, മെഷീനറി ഇൻ മോഷൻ, ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെ, അതൊക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കണം, ഇത്രയും അകലമായണം, ചിൽഡ്രൻ പോകാനൊന്നും പാടില്ല. സെക്ഷൻ 23 ആർക്ക് വേണ്ടിയിട്ടാണ്? സെക്ഷൻ 23 ആരുമായി ബന്ധപ്പെട്ടതാണ്? യങ്ങേഴ്സ് അല്ലെ. സെക്ഷൻ 24 ഏതുമായി ബന്ധപ്പെട്ടതാണ്? 24 സെക്ഷൻ 24 നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. സെക്ഷൻ 24 കട്ടിംഗ് ഓഫ് പവർ, ഇപ്പം തന്നെ പവർ കട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് സെക്ഷൻ 24 വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ആക്ട് ഏതാണെന്ന് ഓർത്ത് വെക്കണം. 1948 ഫാക്ടറീസ് ആക്ടിന്റെ കീഴിലാണ് ഈ പറയുന്ന സെക്ഷൻസ് ഒക്കെ അവിടെ കൈകാര്യം ചെയ്യുന്നത്. യെസ്, കട്ടിംഗ് ഓഫ് പവറുമായി ബന്ധപ്പെട്ട. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. എന്താണ് സെക്ഷൻ 25 പറയുന്നത് എന്ന് നോക്കാം. സെൽഫ് ആക്ടിംഗ് മെഷീൻസ്. സെൽഫ് ആക്ടിംഗ് മെഷീനിൽ എന്താ പ്രത്യേകത? As per this act, in a factories where self-acting machines operate, there should be no traversing parts that make an inward or outward traverse within a distance of 18 inches from any stationary object. That is not a part of that machine if workers are likely to pass over the running space of the machine. An exception order might be made by the chief inspector of factories in factories established before the act was passed. Okay, എന്താണ് നെക്സ്റ്റ് ഇതിൽ പറയുന്നത്? അല്ലെ, സെൽഫ് ആക്ടിംഗ് മെഷീൻസ്. ഓക്കെ, ഇപ്പൊ സെൽഫ് ആക്ടിംഗ് മെഷീൻസിന്റെ പ്രത്യേകത എന്താ പറയുന്നത്? Factories where self-acting machineries operate, there should be no traversing part that make an inward or outward. നമ്മളിപ്പോ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ അതിനുള്ളിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പുറത്തേക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഇൻ കേസ് റോ മെറ്റീരിയൽസ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് പ്രൊഡക്ഷൻ ഒക്കെ നിർവഹിച്ച് അത് സെമി ഫിനിഷ്യൽ ഗുഡ്സ് അല്ലെ ഫിനിഷ്യൽ ഗുഡ്സ് ഒക്കെ ആയിട്ട് വരുന്നത്. സോ അവിടെ എല്ലാം ഒരുപാടുള്ള തന്നെ എംപ്ലോയീസ് ഒക്കെ ഈ പാർട്സുകൾ ഇട്ട് കൊടുക്കാനും അതിന്റെ ഇടയ്ക്ക് അതൊക്കെ ക്ലിയർ ഔട്ട് ചെയ്ത് കൊടുക്കാനും അവിടെ എന്താണ് ലാസ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് ഒക്കെ ആയിട്ട് കിട്ടുന്നതിലേക്ക് നമുക്കറിയാം അവിടെ വർക്കേഴ്സ് ഒക്കെ അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇൻസ്പെക്ടേഴ്സ് അവിടെ വിലയിരുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടോ. ഓക്കെ, അതായത് തൊഴിലാളികൾക്ക് അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടോ. നമുക്ക് മറ്റു സാധനങ്ങൾ ചിലപ്പോൾ അവിടുന്ന് വാട്ടർ എടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ കുറച്ച് ഓരോ ഇതുകളല്ലേ ഓരോ പ്രോഡക്റ്റ് ഒക്കെ ഇത് കൈകാര്യം ചെയ്തതനുസരിച്ചിട്ട് കുറച്ചും കൂടി റോ മെറ്റീരിയൽസ് ഇന്ന സ്ഥലത്തുനിന്ന് പോയി എടുത്ത് അവിടെ കൊണ്ടുവന്നിടേണ്ടതുണ്ടാവും. സോ ഇതെല്ലാം കളക്ട് ചെയ്തൊക്കെ പോരുമ്പോഴെല്ലാം തടസ്സങ്ങൾ എന്തെങ്കിലും ഈ എംപ്ലോയീസിന്റെ പാസേജിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസുകൾ ഉണ്ടോ അല്ലെ, അത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് മസ്റ്റാണ് എന്നുള്ളതാണ്. അവിടെ പറയുന്നുണ്ട് 18 ഇഞ്ചസ് ഫ്രം എനി സ്റ്റേഷനറി ഒബ്ജക്റ്റീവ്സ് അല്ലെ, അവിടെ ഡിസ്റ്റൻസുകളൊക്കെ അത്രയും പാടുള്ളൂ. ഒരുപാട് കാര്യങ്ങളൊക്കെ അകലങ്ങളിൽ അല്ലെ നമ്മള് കുറച്ചെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടാവണം എല്ലാത്തിനും. എന്നാൽ കൂടുതൽ അവർക്ക് കൈകാര്യം ചെയ്ത് ചിലപ്പോണെങ്കിൽ ടൈമിൽ തന്നെ എത്തിപ്പെടാനായിട്ടും പറ്റിയെന്ന് വരുന്നു. സോ ഇതെല്ലാം തന്നെ നോക്കിയിട്ട് വേണം അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അവിടെ കൃത്യമായിട്ട് പറയുന്നത് ആരാണത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് പോകേണ്ടത്. ആൻ എക്സെപ്ഷൻ ഓർഡർ മൈറ്റ് ബി മെയ്ഡ് ബൈ ദ ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ഇൻ ഫാക്ടറീസ് എസ്റ്റാബ്ലിഷ്ഡ് ബിഫോർ ദ ആക്ട് വാസ് പാസ്ഡ്. സോ ഈ ആക്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ലെ നമുക്കറിയാം. ഇപ്പൊ ഏതൊരു യൂണിറ്റ് ആണോ അല്ലെ, ഏതൊരു ഓർഗനൈസേഷൻ ഏത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണോ, അപ്പൊ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആ എംപ്ലോയിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിൽ തീർച്ചയായിട്ടും ചീഫ് ഇൻസ്പെക്ടർ വിലയിരുത്തേണ്ടതാണ്. ഇന്ന എംപ്ലോയീസിന് ഇന്ന പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ അല്ലെ നമുക്കറിയാം
അവിടെ അത്രയും ഗ്യാപ്പോട് കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ആ മെഷീന്റെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് എംപ്ലോയീസിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നോട്ട് ചെയ്ത് തൊഴിലുടമയെ അറിയിക്കണം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും സെൽഫ് ആക്റ്റീവ് മെഷീൻസ് സ്വന്തമായിട്ടൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ്, അതിനനുസരിച്ചുള്ള ഡിസ്റ്റൻസ് എല്ലാം തന്നെ കീപ്പ് ചെയ്തിട്ടാണ് ഇത് കൈകാര്യം ചെയ്ത് പോകണേ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പറയുന്നത് ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 25-ലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര സെക്ഷൻ വരെ എടുത്തത്? 5 സെക്ഷൻസ് വരെയാണ് എടുത്തത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, 5 സെക്ഷൻസും ഓക്കെ ആണോ എന്ന് നോക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? 5 സെക്ഷൻ പഠിച്ചു കഴിഞ്ഞില്ലേ? 25 എന്താണ് സെൽഫ് ആക്റ്റീവ് മെഷീൻസ് അല്ലെ? അത് തീർച്ചയായിട്ടും പറയുന്നതിന്റെ പ്രത്യേകത, ഇൻ എ ഫാക്ടറി വേർ സെൽഫ് ആക്റ്റീവ് മെഷീൻസ് ഓപ്പറേറ്റ്, അതായത് സ്വന്തമായിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്നത്. അതായത് യന്ത്രം നമുക്കറിയാം. ഓക്കെ, നോക്കാം. ആൻ എക്സംഷൻ order might be made by the chief inspector of a factories in factories established before the act was passed. അതായത് അപകടം അല്ലെ നമ്മള് സാധ്യതയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്പെക്ടർ പ്രത്യേകമായിട്ട് അനുമതി നൽകണം. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടാണെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള അനുമതി. എക്സെപ്ഷൻ ഓർഡേഴ്സ്, എന്തെങ്കിലും എക്സെപ്ഷൻ കേസുകൾ വരാം. ചിലപ്പോൾ വേണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസ്പെക്ടർ എല്ലാത്തിനും പ്രൊഫഷൻസ് നമ്മൾ പ്രത്യേകമായിട്ട് ഏത് യൂണിറ്റ് ആണ് ആ യൂണിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻസ്പെക്ടർ വിലയിരുത്തുന്നത്. ഓക്കെ, ചിലപ്പോൾ ഒരു ക്ലോത്ത് നിർമ്മാണമായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ അല്ലെ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ആവാം. സോ എന്തുമാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അല്ല ചില കാര്യങ്ങൾക്കൊക്കെ എക്സെപ്ഷൻ കേസുകൾ ഉണ്ടാവും അല്ലെ, ഒഴിച്ചുകൂടാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു ആക്ടിന്റെ കീഴിൽ വരാത്തത് വരുന്നത് എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ആക്ടിന്റെ കീഴിൽ വരുന്നതില്ല, ചില കാര്യങ്ങൾക്ക് മാത്രം കുറച്ച് അനുമതികളോട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എക്സെപ്ഷൻ ഓർഡർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചീഫ് ഇൻസ്പെക്ടർ അത് കൃത്യമായിട്ട് തന്നെ ക്ലാരിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, അല്ലാത്തതെല്ലാം തന്നെ കൃത്യമായിട്ട് ആ എംപ്ലോയീസിന് ഹെൽത്ത് അത് കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണ്. ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. എന്താണ് സെക്ഷൻ? നമ്മൾ ഞാൻ പറഞ്ഞു ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതില്ല, കാരണം 4 ക്വസ്റ്റ്യൻസിൽ മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണുന്നതേ ഉള്ളൂ. സെക്ഷൻ 25 എന്തുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ സെക്ഷൻ ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ജസ്റ്റ് ഞാനത് ആരാണ് കൊടുക്കേണ്ടതെന്നുള്ളത് കൊണ്ടാണ് ഇത് നോട്ട് ചെയ്തത്. ചീഫ് ഇൻസ്പെക്ടർ ആണ് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പേഴ്സിംഗ് ഓഫ് ന്യൂ മെഷീനറി. പേഴ്സിംഗ് ഓഫ് ന്യൂ മെഷീനറി, ന്യൂ മെഷീനറിയുടെ കേസിംഗ് അല്ല സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സെക്ഷൻ 26 ആണ് പറയുന്നത്. നോക്കാം ഈ ഒരു മെഷീനൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അല്ലെ പുറത്തുനിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഫാക്ടറി കമ്പനിയൊക്കെ നേരത്തെ കൂട്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ ഐഡിയ ഒക്കെ വരുമ്പോൾ പുതിയൊരു മെഷീനറി ഒക്കെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെ ഉണ്ടാവും. So in factories established post commencement of the act, it is mandatory that every screw
key or bolt of a revolving shaft, wheel, spiral on spur or and other gear is covered and protected in a view of safeguarding the workman. സോ നമ്മളിപ്പോ ഈ ഒരു മെഷീനൊക്കെ ഭയങ്കര അല്ലെ സ്പീഡിലൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ പ്രത്യേകത? ചിലപ്പോ വീല് വെച്ച് പോകും, ചിലപ്പോ അതിന്റെ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെ ഒരു സ്പൈറലിൽ അല്ലെങ്കിൽ റിവോൾവിങ് അത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അല്ലെ യന്ത്രങ്ങളും കറങ്ങുന്ന സംഭവങ്ങളും അല്ലെങ്കിൽ സ്ക്രൂകൾ അല്ലെ ഒരു മെഷീനിൽ നിന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. ആ മെഷീൻ വലിയ വലിയ മെഷീനൊക്കെ ആകുമ്പോൾ ഒരുപാട് പാർട്സുകളാണ് അല്ലേ ഉണ്ടാവില്ലേ? പാർട്സുകളില്ലേ? വലിയ വലിയ മെഷീൻസ് ഉണ്ട് അല്ലെ, ഒരുപാട് പാർട്സുകളുണ്ട്. അതിന്റെ സ്ക്രൂവും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മതി. അപ്പൊ ആ ഒരു ചെറിയ സ്ക്രൂവും സാധനങ്ങളൊന്ന് അഴിഞ്ഞു പോകുമ്പോഴായിരിക്കും മെഷീൻ മൊത്തത്തിൽ അല്ലെ എല്ലാത്തിന്റെ ബാക്കി പാർട്സുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെടാനൊക്കെ ആയിട്ട് തുടങ്ങും. സോ ഇതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം അല്ലെ, ഇതിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ കൃത്യമായിട്ട് പറയുകയാണ് ഇതെല്ലാം തന്നെ gears is covered and protected in a view of safeguarding the workman. വർക്ക്മാന്റെ സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ കവർ ചെയ്ത് എല്ലാം പൊതിഞ്ഞ് തന്നെ സൂക്ഷിക്കണം. അപ്പൊ അതായത് യന്ത്രങ്ങളൊക്കെ എല്ലാം ഓപ്പൺ ആയിട്ടല്ല ചലിപ്പിക്കേണ്ടത്, എല്ലാത്തിനും ഒരു കവറേജ് വേണം അല്ലെ. എല്ലാ സാധനങ്ങളും കവറേജോട് കൂടിയിട്ട് ചലിപ്പിക്കുമ്പോൾ എന്താ സംഭവം? അതിനുള്ളിൽ തന്നെ അല്ലെ യാതൊരു തരത്തിലും അത് അഴിഞ്ഞു പോകത്തക്ക വിധത്തിലുള്ള സംവിധാനം ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ വലിയ വലിയ മെഷീൻസ് ആവുമ്പോൾ ഈ പറഞ്ഞ സ്ക്രൂവും അല്ലെ ഹാൻഡിലും അതിന്റെ ഷാഫ്റ്റ് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്നും സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ ലൂസായി പോവുകയോ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്? പ്രൊട്ടക്റ്റഡ് ഇൻ വ്യൂ സേഫ്ഗാർഡിംഗ് ദ വർക്ക്മാൻ. വർക്ക്മാന് അവിടെയുള്ള വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാത്തിനും ഒരു സേഫ്ഗാർഡ് അതായത് ഒരു കവറേജ് ഉണ്ടാവും. The sellers also need to sell this machinery in a proper cases or coverings. ഈ യന്ത്രസാമഗ്രികൾ വിൽക്കുന്നവരും നമുക്കറിയാം തീർച്ചയായിട്ടും അവരും അനുസരിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാത്തിനും കേസും കവറിങ്ങും ഒക്കെ ഉണ്ടായിട്ട് മാത്രമാണ് ഓരോ എക്യുപ്മെന്റ്സ് ഒക്കെ വിൽക്കാനായിട്ട് പാടുള്ളൂ. The state government can provide further rules in this respect. തീർച്ചയായിട്ടും നമ്മൾ ഒരു മെഷീൻ മേടിച്ച് നമുക്ക് ലഭ്യമാകുന്നത് അനുസരിച്ചിട്ടാണ് മെഷീൻ മേടിക്കാനായിട്ട് പറ്റുള്ളൂ. കമ്പനിക്ക് ഫാക്ടറിക്ക് അല്ലെ അവരത് കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് വെക്കേണ്ടത് ഞാൻ പറഞ്ഞു. ഇമ്പോർട്ട് ചെയ്ത് തക്കതായിട്ടുള്ള പ്രൈസ് ഒക്കെ വേണം അത് വെക്കണമെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തിട്ടൊക്കെ അതിനനുസരിച്ചിട്ട് മെഷീൻ നമ്മൾ സ്ഥാപിച്ചു. അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ ലൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോഴായിരിക്കും ഇവർ ചിന്തിക്കുന്നത് അയ്യോ ഇതിന് മതിയായ കവറേജ് ഒന്നുമില്ല. അപ്പൊ രണ്ടുപേർക്കും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. ഒന്നാമതായിട്ട് സെല്ലർക്കും റിസ്ക് ഉണ്ട്, കാരണം ഇതെല്ലാം ഈ മെഷീൻസ് എല്ലാം സേഫ് കവറോട് കൂടിയിട്ട് മാത്രമാണ് വിൽപ്പന ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമതായിട്ട് ഫാക്ടറിമാന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വർക്കേഴ്സിന് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇതെല്ലാം തന്നെ കവർ ചെയ്ത രീതിയിലായിരിക്കണം യൂസബിൾ ആക്കേണ്ടത്. ഓക്കെ, എന്താണ് ടെസ്റ്റിംഗ് ഓഫ് എ ന്യൂ മെഷീനറി? അത് ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 26. ഓക്കെ, അപ്പൊ സേഫ് ഗാർഡിങ് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സേഫ് ഗാർഡിങ് ദ വർക്ക്മാനെ കുറിച്ചിട്ട് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? അവിടെ വിൽക്കുന്നവരുണ്ട്. സെല്ലേഴ്സ് ഓൾസോ നീഡഡ് ടു സെൽ ദിസ് മെഷീനറി ഇൻ പ്രോപ്പർ കേസ് ഓർ കവറേജസ്. അപ്പൊ ഇരുകൂട്ടർക്കും ബാധകമായ ഒരു നിയമമാണ് സെക്ഷൻ 26-ലുള്ളത്. പിന്നെ നമ്മൾ പറയേണ്ടതുണ്ടോ സെക്ഷൻസ്? നമ്മൾ എത്ര സെക്ഷൻ പഠിച്ചു? സെക്ഷൻ 21, സെക്ഷൻ 23, സെക്ഷൻ 24, 22 പഠിച്ചു. 21, 22, 23, 24 ആൻഡ് 25 and 26. ഓക്കെ, ഇനി സെക്ഷൻ 27-ലേക്ക് പോവാം. അറിപ്പോന്നില്ലല്ലോ? അറിപ്പോവോ? ഇല്ലല്ലോ. ഓർഡർ ആയിട്ട് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലേ? ഞങ്ങേഴ്സിന്റെ ഏതാണ്? അതെന്തായാലും ഓർത്തിരിക്കും അല്ലെ? 23. നാളെ നെക്സ്റ്റ് ഡേ വരുമ്പോഴും ഓർമ്മയിൽ ഇരുന്നാൽ മതി, കുഴപ്പമില്ല. നമ്മള് ഇങ്ങനെ തന്നെ കുറച്ച് ഭാഗമായതുകൊണ്ട് പഠിച്ചു പോകാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കാനും ശ്രമിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗം നോക്കാം.
എന്താണ് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ നിയർ കോട്ടൺ ഓപ്പൺ. പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ? തടഞ്ഞു നിർത്തുക അല്ലെ? തടഞ്ഞു നിർത്തുക അല്ലെ? അതല്ലേ പ്രൊഹിബിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരെയൊക്കെയാണ് തടഞ്ഞു നിർത്തുന്നത്? ഓക്കെ, ആരെയൊക്കെയാണ് തടഞ്ഞു നിർത്തുന്നത്? നിരോധനാക്കുക, നിരോധനം, തടഞ്ഞു നിർത്തുക. ആരൊക്കെയാണ് തടഞ്ഞു നിർത്തുന്നത്? വുമണിനെയും ചിൽഡ്രനെയും. എന്തിന്റെ കാര്യങ്ങൾക്കാണ്? കോട്ടൺ ഓപ്പറ അല്ലെ? നമ്മളീ പറഞ്ഞ പഞ്ഞിയും അല്ലെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് ആരെ നിരോധിച്ചിരിക്കുന്നു? വുമൺസിനെയും ചിൽഡ്രനെയും, കുട്ടികളെയും സ്ത്രീകളെയും നിരോധിച്ചിരിക്കുന്നു, അതായത് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു. അതേത് സെക്ഷൻ അനുശാസിക്കുന്നത്? സെക്ഷൻ 27. ഓക്കെ, സെക്ഷൻ 27 പറയുന്നത് child workers and women are not allowed to work in a factory that involves the pressing of cotton in which the cotton opener is at work. Okay, അതായത് പഞ്ഞിയല്ലേ നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ അല്ലെ ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ വുമൺസിനും കുട്ടികൾക്കൊക്കെ ദോഷകരമാവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് അവരൊക്കെ നിരോധിച്ചിരിക്കും. They are, however, permitted to work on the side premises where the feed and end is located and two are separated using a partition. അതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നമ്മളിപ്പോ തുണിയും കാര്യങ്ങളൊക്കെ ഉത്പാദിപ്പിക്കുന്നതിന് ചില ഭാഗങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർക്കൊരു പാർട്ടീഷൻ ആവശ്യമാണ്. അതായത് ആ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവർക്ക് ചെയ്യാനായിട്ടുള്ള നിയമമില്ല. ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ഈസ് റിക്വയർഡ് ടു കീപ് റിട്ടൺ പെർമിഷൻ ഇൻ ദിസ് റിഗാർഡ്. മാത്രമല്ല, ഇങ്ങനെ ചെയ്യുന്നതിന് ആരുടെ റിട്ടൺ ആവശ്യമാണ്? ഇൻസ്പെക്ടറുടെ. ഫാക്ടറീസിലെ ഫാക്ടറി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്പെക്ടറുടെ റിട്ടൺ ആയിട്ടുള്ള പെർമിഷനും ആവശ്യം. ഓക്കെ, അപ്പൊ ആരെയൊക്കെയാണ് പ്രൊഹിബിറ്റ് ചെയ്തേക്കണേന്ന് ഓർത്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കി വയ്ക്കുക, ചിൽഡ്രനെയും വുമൺസിനെയാണ്. അത് ഏത് സെക്ഷനുമായി ബന്ധപ്പെട്ടാണ്? സെക്ഷൻ 27. ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും പ്രൊമിസസ് അല്ലെ സൈഡ് ആയിട്ട് എന്തെങ്കിലും കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് പാർട്ടീഷൻ വേണം. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൈകാര്യം ചെയ്ത് റിട്ടൺ ആയിട്ടുള്ള പെർമിഷൻ ആരിൽ നിന്ന് ലഭ്യമാക്കേണ്ടതുണ്ട്? ഇൻസ്പെക്ടറിൽ നിന്ന് അല്ലെ, ഫാക്ടറീസ് ഇൻസ്പെക്ടറിൽ നിന്ന് ലഭ്യമാക്കേണ്ടത്. ഓക്കെ അല്ലേ? എല്ലാം ഞാൻ എടുത്തു പോകുന്നില്ല, കുറച്ച് ഒരു അല്ലെ 2 പോയിന്റും കൂടി നമുക്ക് പറയാം. കുഴപ്പമില്ലല്ലോ? അപ്പോ നമുക്ക് എന്താണ് 8th പോയിന്റിലേക്ക് പോകാം. നമ്മളപ്പോ 7th പോയിന്റ് വരെ പറഞ്ഞു. 7th പോയിന്റില് എന്താണ് പ്രധാനമായിട്ട് പറഞ്ഞത്? 7th പോയിന്റില് പെർമിഷൻ അല്ലെ, അവിടെ ഇൻ കേസ് സൈഡായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആരുടെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞു? ഇൻസ്പെക്ടറിന്റെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞു. എന്ത് കാര്യത്തിലാണ് പ്രൊഹിബിഷൻ വന്നിരിക്കുന്നത്? കോട്ടൺ ഓപ്പണറുമായിട്ടുള്ള ഡ്യൂട്ടികളിലാണ് പ്രൊഹിബിഷൻ വന്നിരിക്കുന്നത്. ആർക്കൊക്കെയാണ്? ചിൽഡ്രനും വുമൺസിനും. സെക്ഷൻ 27 ആണ് അനുശാസിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിഫ്റ്റ്സ്, കോയിൽസ്, ലിഫ്റ്റിംഗ് മെഷീൻസ് ആൻഡ് അതേഴ്സ്. സെക്ഷൻ 28 to 29. 28ഉം 29 അല്ലെ. സെക്ഷൻ 28 and 29 എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്? അതായത് ഭാരമുള്ള സാധനങ്ങളൊക്കെ പൊക്കുകയോ ഉയർത്തിപ്പിടിക്കുകയോ അല്ലെ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുമ്പോൾ, മെഷീൻസിനൊക്കെ ആണെങ്കിൽ ലിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷൻസും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സെക്ഷൻ 28 and 27 ഫാക്ടറീസ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻ 28 and 29. 48ലെയാണ് ഓർത്ത് വയ്ക്കുക. Lifts and hoists need to be made of good quality materials and properly constructed. നമ്മുടെ വലിയ വലിയ സംഭവങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വലിയ വലിയ മെഷീനൊക്കെ ഉയർത്തിക്കൊണ്ട് പോകുന്ന വലിയ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ? കണ്ടിട്ടുണ്ടോ? വലിയ വലിയ മെഷീൻസ് ഒക്കെ ഉയർത്തിക്കൊണ്ട് പോകുന്ന ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിങ്ങനെ ഉയർത്തിക്കൊണ്ട് പോകുന്നതിനിടയ്ക്ക് വെച്ചുകൊണ്ട് എവിടെയെങ്കിലും ബ്രേക്ക് ഡൗണോ എന്തെങ്കിലും പെട്ടെന്ന് പൊട്ടി ഒരു എങ്ങാനും പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഭയങ്കര ഡേഞ്ചറസ് സംഭവിക്കും. വലിയൊരു നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്.
സോ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം മെയ്ഡ് ഓഫ് ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആൻഡ് പ്രോപ്പർലി കൺസ്ട്രക്റ്റഡ്. നമ്മളാണെങ്കിൽ തന്നെ ലിഫ്റ്റിലൂടെ ഒക്കെ പാസ് ചെയ്ത് പോകും അല്ലെ. അപ്പൊ ഈ ലിഫ്റ്റിന് എന്തെങ്കിലുമൊക്കെ തകരാറ് സംഭവിച്ചാൽ എന്താകും, നമുക്കെല്ലാം എല്ലാ ജീവനും വരെ ഭീഷിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് കൈകാര്യം ചെയ്ത് പോകേണ്ടത്. പ്രോപ്പർലി കൺസ്ട്രക്റ്റഡ്, കറക്റ്റ് ആയിട്ട് തന്നെയാണ് അത് നിർമ്മിക്കേണ്ടത്. They also need to be efficiently maintained and inspected once every 6 months. ഒന്ന് നോട്ട് ചെയ്ത് പോകണ്ട. They also needed to be efficiently. ഇതിൽ മാർക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്കാണ് എന്താ പറയുന്നത്. They also need to be efficiently maintained and inspected once every 6 months. കൃത്യമായിട്ട് തന്നെ ഇൻസ്പെക്ഷൻ, അവിടെ പരിശോധനകൾ നിർവഹിക്കണം. എപ്പോഴാണ് പരിശോധനകൾ നിർവഹിക്കണം എന്ന് പറയുന്നത്? ഓരോ 6 മാസം കൂടുമ്പോഴെങ്കിലും പരിശോധനകൾ നിർവഹിക്കണം. എന്തെങ്കിലുമൊക്കെ തകരാറുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്, എന്തെങ്കിലുമൊക്കെ പരിഹരിക്കാനായിട്ട്. The lift way and hoist way need to be covered appropriately. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഉയർത്തുന്ന അല്ലെങ്കിൽ ആ സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കവറേജ് ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്കറിയാം അല്ലെ, അവിടെ കവറേജ് ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്കൊടൊക്കെ പോയി അല്ലെ. അപ്പൊ മസ്റ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് മാത്രമേ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ. The maximum load that two can bear must be marked and followed. ഓക്കെ, നമ്മൾ താഴെ നിന്ന് പോകുമ്പോഴും മുകളിൽ ചെല്ലുമ്പോഴൊക്കെ തീർച്ചയായിട്ടും എത്രത്തോളം ലോഡ് താങ്ങാൻ പറ്റുമോ അത്രത്തോളം ലോഡ് അനുസരിച്ചിട്ട് മാത്രമാണ് അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. There must be a door on either side of the lift or a hoist used to carry workers. തീർച്ചയായിട്ടും നമുക്കറിയാം വർക്കേഴ്സിനൊക്കെ വഹിച്ചുകൊണ്ട് പോകുന്നത് ഈ പറഞ്ഞ മാതിരി മെഷീൻസും കാര്യങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് പോകുന്നതാണെങ്കിലൊക്കെ തീർച്ചയായിട്ടും ഡബിൾ അല്ലെ, അവിടെ ഇവിടുന്ന് കയറുമ്പോഴും ഡോർ ആവശ്യമാണ്, പുറത്തേക്ക് അല്ലെ പുറത്തേക്ക് കടക്കുന്നതിന് മസ്റ്റായിട്ടും ഡോറുകൾ ആവശ്യമുണ്ട്. The state government has the authority to give exemptions from complying with these rules. എന്തെങ്കിലും ഈ റൂളില് കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള എക്സെപ്ഷൻ അത് ആരിൽ നിന്നാണ് നമുക്ക് ലഭ്യമാകേണ്ടത്? കറക്റ്റായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണൽ, ഗവൺമെന്റിന്റെ ഓതറൈസ്ഡ് പേഴ്സണൽ. ചിലപ്പോ നമ്മൾ കണ്ടിട്ടുണ്ട് ചില മെഷീൻസുകൾ മാത്രം പൊക്കിക്കൊണ്ട് അല്ലെ എന്തെങ്കിലുമൊക്കെ നിർമ്മാണ പദ്ധതികൾക്കൊക്കെ അതിനൊന്നും ചിലപ്പോൾ വേണമെങ്കിൽ കവറേജ് ഒന്നും ഉണ്ടാകുന്നു. അതിങ്ങനെ പൊന്തി പോണത് കാണാം, ആ മെഷീൻസ് അവര് അല്ലെ എടുക്കുന്നതും കാണാം, അതിനെല്ലാം കവറേജ് ഒന്നും ഉണ്ടാവണം. സോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സന്റെ പെർമിഷനോട് കൂടിയിട്ടാണ് എക്സംഷൻ കേസുകൾ. ഓക്കെ, ഇളവുകളൊക്കെ അങ്ങനെയാണ് അവൈലബിൾ ആകുന്നത്. ചെയിൻസ്, റോപ്സ്, ലിഫ്റ്റിംഗ് മെഷീൻസ് ആൻഡ് ലിഫ്റ്റിംഗ് ടാക്സ് ഓൾസോ നീഡ് ടു ഫോളോ ദ സെയിം റൂൾസ്. എല്ലാ സോറി, അപ്പൊ അതില് പറയാണ് ചെയിൻസ് അല്ലെ, നമ്മളിങ്ങനെ ഉയർത്തിക്കൊണ്ടൊക്കെ പോരുന്ന ചെയിനുകളാണെങ്കിലും റോപ്പുകളാണെങ്കിലും ലിഫ്റ്റിംഗ് മെഷീൻസും അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് ട്രാക്സും, അതായത് പാസ് ചെയ്ത് പോകുന്ന ട്രാക്കുകൾ, വഴികൾ എല്ലാം തന്നെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക. നമ്മൾ പറഞ്ഞു കവറേജ് ചെയ്ത് എല്ലായിടത്തും മതിയായ രീതിയിലുള്ള കവറേജോട് കൂടിയിട്ട് പോകണം, അല്ലെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് തന്നെ നല്ല കൺസ്ട്രക്ഷൻ ആയിരിക്കണം, ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് തന്നെ എനിക്ക് കൈകാര്യം ചെയ്യണം. ഈ റൂൾസ് എല്ലാം തന്നെ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടായിരിക്കണം ലിഫ്റ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഉയർത്തിക്കൊണ്ട് പോകാൻ നമുക്കറിയാം നമ്മൾ പാസഞ്ചേഴ്സ് അല്ലെങ്കിൽ നമ്മള് ഹ്യൂമൻ ബീയിങ് പോകുന്ന ലിഫ്റ്റ് സൗകര്യം ആയിരിക്കണമെന്നില്ല, മെഷീൻസ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്നു അല്ലെ. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സോ അവിടെ ലിഫ്റ്റ്സ്, ഹോയിസ്റ്റ്, ലിഫ്റ്റിംഗ് മെഷീൻസ് ആൻഡ് അതർ സെക്ഷൻ 28 and 29 ആണ് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പറയുന്നത്. ഓക്കെ ആണോ? എക്സംഷൻ കേസ് എന്തിനാണ് പറഞ്ഞത്? കമ്പൈൻ വിത്ത് ദ റൂൾസ് അല്ലെ. എന്തെങ്കിലും എക്സംഷൻ കേസ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സന്റെ എക്സംഷൻ അല്ലെ, അവിടെ അവരുടെ പെർമിഷനോട് കൂടിയിട്ട് മാത്രമാണ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, എക്സംഷൻ കേസുകളൊക്കെ എന്തെങ്കിലുമൊക്കെ നിർമ്മാണ പദ്ധതികളുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പെർമിഷനൊക്കെ എടുത്തിട്ടായിരിക്കും ഇന്നിന്ന ഒരു പ്രിക്കോഷൻസ് അല്ലെ, ഇന്നിന്ന സേഫ്റ്റി റൂൾസുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടായിരിക്കും അവരൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ,
then next നോക്കാം. ഓക്കെ അല്ലേ? 8th section ഓക്കെ അല്ലേ? 8th sectionലെ 2 section കൂടി ചേർന്നതാട്ടോ, 28 and 29. AutoCAD lifts, hoists, lifting machines and others. Okay. Next section എന്ന് പറയുന്നത് എന്താണ്? Revolving machinery, section 30. Section 30 എന്താ പറയുന്നത്? Revolving machinery. Okay. In places where grinding is done, it is necessary to put a notice signifying the maximum peripheral speed that is not dangerous to work on each limestone and abrasive wheel. ഓക്കെ, അതായത് നമ്മളിപ്പോ ഗ്രൈൻഡിങ് മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ, ഗ്രൈൻഡറിലാണ് നമ്മൾ കാണാറുണ്ട് അല്ലെ. എന്ന് പറഞ്ഞ മാതിരി എല്ലാത്തിനും ഗ്രൈൻഡിങ് ഉണ്ട്. അപ്പൊ നമ്മള് കാണുന്ന മാതിരി മിക്സിങ് കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഗ്രൈൻഡിങ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. എന്തും കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ വരും. അപ്പൊ തീർച്ചയായിട്ടും അതിനും അതിൻ്റെതായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നത് സെക്ഷൻ 30-യിലാണ്. അതിലെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാക്സിമം സെറ്റ് സ്പീഡ് അല്ലെ, ഇതിന്റെ ഗ്രൈൻഡിങ് കാര്യങ്ങളുടെ സ്പീഡ് അത് കൃത്യമായിട്ട് തന്നെ അവർ പ്രതിപാദിക്കുന്നുണ്ട്. തന്നെ അവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് maximum peripheral speed that is not dangerous to work on each limestone and abrasive wheel. അതായത് നമുക്കറിയാം തിന്നി മാറി പോകത്തക്ക വിധത്തിൽ ആ വീലുകളൊന്നും തിന്നി മാറി പോകത്തക്ക വിധത്തിൽ അത്രയും സ്പീഡ് കൊടുക്കുന്നു അല്ലെ. ഓരോ എക്യുപ്മെന്റ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു പെരിഫറൽ സ്പീഡ് ഉണ്ട്. ആ സ്പീഡിനനുസരിച്ചിട്ട് മാത്രമാണ് ആ ഗ്രൈൻഡിങ് കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ. The maximum secure speed of the spindle or a shaft on which the wheel is mounted also need to be displayed. അത് കൃത്യമായിട്ട് ഇപ്പൊ മെഷീൻസിനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിന്റെ ഏറ്റവും മാക്സിമം സ്പീഡ് ഇതാണ്, അങ്ങനെയൊക്കെയാണ് അല്ലെ. മിനിമം സ്പീഡ്, മാക്സിമം സ്പീഡ് ഇന്ന ഈ മെഷീനുമായിട്ട് ബന്ധം അതൊക്കെ കൃത്യമായിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്ത് പോകാത്ത വിധത്തിലായിരിക്കും. സോ നമുക്ക് കേസ് ഇടയ്ക്കൊക്കെ ഇൻസ്പെക്ഷന് വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സ്പീഡ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കാനായിട്ട് സാധ്യത വരുന്നത് തീർച്ചയായിട്ടും അവിടെയുള്ള വർക്കേഴ്സിനൊക്കെ ബാധിക്കാൻ സാധ്യമായിട്ടുള്ള സ്ഥിതി കൂടുതലാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചുള്ള നടപടികൾ അവിടെ എടുക്കേണ്ടതായിട്ട് വരും. സോ ഈ ഒരു സെക്ഷനാണ് അതിനനുസരിച്ചിട്ടുള്ള നിയമം കൊണ്ടുവരുന്നത്. ഏത് സെക്ഷനാണ്? സെക്ഷൻ 30. Along with this, the secure revolving speed of every object, basket, vessel cage, flywheel, disc or a pulley or also need to be maintained. ഓക്കെ, ഏതൊരു ഒബ്ജക്റ്റും അല്ലെ എന്ത് കാര്യമാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്പീഡും കാര്യങ്ങളും വേണം അല്ലെ. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്കറിയാം മറ്റു സംഭവങ്ങളൊന്നും നഷ്ടപ്പെടരുത്. വർക്കേഴ്സിനാണെങ്കിലും ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. സോ ഫ്ലൈവീല്, ഡിസ്ക്, പുള്ളി അല്ലെ എല്ലാം വലിക്കുന്നതിനും കാര്യങ്ങൾക്കൊക്കെ ഒരു മിനിമം സ്പീഡ്. അപ്പൊ നമ്മൾ ഇൻ കേസ് കറങ്ങി വരുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ എംപ്ലോയീസിന് അത് വലിച്ചിരിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അവരുടെ ഡ്യൂട്ടി അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. സോ ഓരോന്നും അതിനനുസരിച്ചിട്ട് ചേഞ്ചുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ സ്പീഡിൽ വരുന്നതനുസരിച്ചിട്ട് ഇവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു മിനിമം ഇത്രയും സ്പീഡാണ് ഓരോ മെഷീനും കൈകാര്യം ചെയ്യാൻ പറ്റും. ആ സ്പീഡിനനുസരിച്ചിട്ട് തന്നെയായിരിക്കും വർക്കേഴ്സിനും അവരുടെ ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. സോ അതനുസരിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഇൻ കേസ് എന്തെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നിയമമാണ് സെക്ഷൻ 13 വരുന്നത്, റിവോൾവിംഗ് മെഷീനറി. ഓക്കെ, നമ്മള് 9th പോയിന്റ് വരെ എടുക്കുന്നുള്ളൂ. അവിടെ മസ്റ്റ് ആയിട്ടും എന്താ പറയാ സെക്ഷനുകളൊക്കെ മറന്നു പോവാതിരിക്കാനായിട്ട് തന്നെ ശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് കുറച്ച് സെക്ഷൻ കൂടുതലുകളുണ്ട്, എന്നാലും ബാക്കി പോർഷൻസ് ഒക്കെ കുറവാണ്. ഈ സെക്ഷനും പിന്നെ ഒരു ചെറിയ ഭാഗം കൂടി എടുക്കാനുള്ളൂ. നിങ്ങളിപ്പോൾ നോക്കിയായിരുന്നോ ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി സേഫ്റ്റി ആൻഡ് വർക്ക്പ്ലേസ്? അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ ക്ലോസ്. ഓക്കെ, ഇതുവരെയും എടുത്തതൊക്കെ ഓക്കെ ആണോ? നമ്മൾ കുറച്ച് സെക്ഷൻസ് 9 സെക്ഷൻസ് ആണ് ഇന്ന് കവർ ചെയ്തത്. 9th പോയിന്റ് വരെയുള്ള സെക്ഷൻസ്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമ്മള് സെക്ഷൻ 24 എന്താ പറയുന്നത്, സെക്ഷൻ 26 എന്താ പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആ ഹെഡിങ് ഓർമ്മയിലേക്ക് വരണം. ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ? പറയുമ്പോ തന്നെ ഓർക്കാൻ പറ്റുന്നുണ്ടോ?
ഡൗൺ. ഒക്കെ ആയിട്ടില്ല. ഓക്കെ, എന്നാലും കുഴപ്പമില്ല അല്ലെ. ഇന്ന് തന്നെ വായിച്ചു നോക്കാവുന്ന സെക്ഷൻസേ ഞാൻ എടുത്തിട്ടുള്ളൂ. 9 സെക്ഷൻസേ എടുത്തിട്ടുള്ളൂ. ഞാൻ അപ്പഴേ എന്താ പറയുക, ടെക്സ്റ്റ് ബുക്ക് വെച്ചുകൊണ്ട് നോക്കിയാൽ നിങ്ങളുടെ മെസ്സേജ് കാണാൻ പറ്റില്ല. ഇതിലേക്ക് തന്നെ വരണം. അപ്പൊ ചിലപ്പോഴെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് മെസ്സേജ് കാണാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഓക്കെ, നമ്മൾ കുറച്ച് സെക്ഷൻസ് മാത്രമേ ഇന്ന് എടുത്തുള്ളൂ. എത്ര സെക്ഷൻസ് എടുത്തത്? ലാസ്റ്റ് സെക്ഷൻ എന്തായിരുന്നു? 9th പോയിന്റ് വരെ. ലാസ്റ്റ് സെക്ഷൻ എത്രയായിരുന്നു? സെക്ഷൻ 30. 28ഉം 29ഉം ഒരു സെക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, 21 തുടങ്ങി 30 വരെ നമ്മൾ എടുത്തു. പക്ഷെ 9th പോയിന്റ് വരെ ഉള്ളൂ. അപ്പൊ മാറിപ്പോകരുത്. ഒരു സെക്ഷൻ വിട്ടുപോയതല്ല. 28ഉം 29ഉം ഏതാണ്? ലിഫ്റ്റ്, ലിഫ്റ്റിംഗ് മെഷീൻസ് ആൻഡ് അതേഴ്സുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്. ഓക്കെയാണ്, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.